നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2020 കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആദരണീയായ മുൻ വെളുന്നല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ഷീജ നൌഷാദ് അവരെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി NRSന്റെ മണ്ഡല സെക്രട്ടറി വിഷ്ണു സഹാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ധർണയുടെ അധ്യക്ഷൻ NREGS വർക്കേഴ്സ് അസോസിയേഷന്റെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ഷീജ നൌഷാദ് അവർ ഈ ധർണയും മാർച്ചും ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള NREG വർക്കേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ പ്രിയ സഖാവ് PV അനിമോൻ ഈ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായ സഖാവ് ഹരിവി നായർ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ സഖാവ് M ബാബുരാജൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും കർഷക തൊഴിലാളി സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ സഖാവ് A മുസ്തഫ അവർ, AITUCയുടെ ചടയമംഗലം വില്ലേജ് കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് വിമൽ സാർ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ സഹാക്കൾ, കൂടാതെ NREGSന്റെ പ്രിയപ്പെട്ട തൊഴിലാളികൾ. ഇന്ന് ഈ സമരം നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ബ്ലോക്ക് മേഖലകളിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇതിനോടകം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർലമെന്റിന്റെ മുന്നിലടക്കം ആയിരക്കണക്കിനായ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളും വിവിധ സംഘടനകളും സമരത്തിലാണ്. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സമരം നടത്തുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിങ്ങനെയൊരു സമരം ചടയമംഗലത്തെ പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സമരം നടത്തിയാൽ നിങ്ങളുടെ വേതനം ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യമെല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും വിവിധ കേന്ദ്രങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്രീകരിച്ച് സമരം നടത്തുന്നത് നമ്മുടെ രാജ്യത്തെയും കേരളത്തിലെയും പോലീസ് സംവിധാനവും വിജിലൻസ് സംവിധാനവും എല്ലാം റിപ്പോർട്ട് ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇന്ന് ഈ സമരം എത്തുകയാണ്. ഇന്ന് ഇവിടെ മാത്രമല്ല സമരം, നമ്മുടെ കേരളത്തിൽ തന്നെ നൂറുകണക്കായ കേന്ദ്രങ്ങളിൽ ഈ സമരം നടക്കുകയാണ്. എന്തിനാണ് ഈ സമരം എന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്കറിയാം ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കർമാരുടെ സമരം ഒരുപാട് നാളുകൊണ്ട് നടക്കുകയാണ്. കേരളത്തിൽ 26,125 ആശാ വർക്കർമാരാണുള്ളത്. 26,125 അവിടെ പങ്കെടുക്കുന്ന സമരത്തിൽ പങ്കെടുത്ത പരമാവധി ആശാ വർക്കർമാരുടെ എണ്ണം 450. പക്ഷേ ആ സമരത്തിന് വലിയ വാർത്താ പ്രാധാന്യം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കുകയാണ്. സുരേഷ് ഗോപി അടക്കമുള്ള VD സതീശനടക്കമുള്ള ആളുകൾ അവിടെ ചെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞും കേരളത്തിലെ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാര്യങ്ങൾ നടക്കുന്നു. വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ സമരം നടത്തിയത്? അവർക്ക് കിട്ടാനുള്ള ശമ്പളത്തിന്റെ കുടിശ്ശികയ്ക്ക് വേണ്ടിയുള്ള സമരമല്ല ഈ തിരുവനന്തപുരത്ത് നടക്കുന്നത്. അവർക്ക് ഇന്നലെ വരെ അവർ ജോലിയെടുത്ത എല്ലാ ശമ്പളവും അവർക്ക് കൃത്യമായും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം, നമ്മൾ സമരം ചെയ്യുന്നത്, നമ്മൾ സമരങ്ങളിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് കൂടുതൽ ശമ്പളം വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ സമരം നമ്മൾ നടത്തുന്നത്. നമ്മൾ ഈ സമരം നടത്തുന്നത് കഴിഞ്ഞ 3 മാസക്കാലമായി രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്ത ജോലിയുടെ കൂലിക്ക് വേണ്ടിയുള്ള സമരമാണ്, അല്ലേ?